ഹായ് ഡിയേഴ്സ്, എൻ ക്യൂബ് എജു വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഫ്യൂഡലിസത്തിൻ്റെ തകർച്ച, ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം എന്നുള്ള ഭാഗമാണ്. ഫ്യൂഡലിസം അഥവാ ഈ ഫ്യൂഡ് എന്ന ഇംഗ്ലീഷ് വേർഡിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന വേർഡ് വന്നിരിക്കുന്നത്. ഫ്യൂഡ് മീൻസ് ഭൂമി. മിഡീവൽ യൂറോപ്പിൽ രാജാവ് തൻ്റെ വിശ്വസ്തരായ പ്രഭുക്കന്മാർക്ക് ലോർഡ്സിന് സൈനിക സേവനത്തിൻ്റെയും വിശ്വസ്തതയുടെയും പ്രതിഫലമായി ഭൂമി നൽകി. ഈ ഭൂമിയെ ഫീഫ് എന്ന് വിളിക്കുന്നു. ഇതിന് പകരമായി അവർ സൈനിക സേവനം ചെയ്തു. പ്രഭുക്കന്മാർ അവരുടെ ഭൂമിയുടെ ഒരു ഭാഗം ചെറിയ പ്രഭുക്കന്മാർക്ക് നൽകി. അവർ കർഷകരെ കൊണ്ട് ഈ ഭൂമിയിൽ കൃഷി ചെയ്യിപ്പിച്ചു. എന്നാൽ ഭൂമിയുടെ അവകാശം കർഷകർക്ക് നൽകിയില്ല. കർഷകർ ഭൂവുടമകൾക്ക് നികുതിയും സേവനവും നൽകേണ്ട അവസ്ഥയായിരുന്നു. ചുരുക്കത്തിൽ മധ്യ യൂറോപ്പിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ സംവിധാനമാണ് ഫ്യൂഡലിസം. 9th to 15th സെഞ്ച്വറി വരെ ഈ വ്യവസ്ഥ നിലനിന്നു. 13th മുതൽ 16th കാലഘട്ടമായപ്പോഴേക്കും നിരവധി കാരണങ്ങളാൽ ഫ്യൂഡലിസം തകർന്നു. ഈ ചാപ്റ്ററിൽ മെയിനായിട്ടും ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളെന്ന് നോക്കാം. ഗ്രോത്ത് ഓഫ് മിഡിൽ ക്ലാസ്. ഗ്രോത്ത് ഓഫ് ദി മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ്സുകളുടെ ഉയർച്ച. കച്ചവടങ്ങളും വ്യാപാരങ്ങളുമൊക്കെ വളർന്നതോടുകൂടി ട്രേഡേഴ്സും ക്രാഫ്റ്റ്മെൻസും എല്ലാവരും ശക്തരായി. അവർക്ക് ഭൂമിയെ ആശ്രയിക്കാതെ ഒരുപാട് വെൽത്ത് നേടാൻ കഴിഞ്ഞു. ഇത് ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ സ്വാധീനത്തെ കുറച്ചു. അടുത്ത പോയിന്റ് ചർച്ച ചെയ്യാം. റൈസ് ഓഫ് സ്ട്രോങ് മൊണാർക്കീസ്. മൊണാർക്കി മീൻസ് രാജാക്കന്മാർ പ്രധാനമായിട്ടും ശക്തമായിട്ടുള്ള രാജ്യങ്ങളായിട്ട് ഉയർന്നു വന്നു. അവർ സൈന്യങ്ങൾ രൂപീകരിക്കുകയും അധികാരം കേന്ദ്രീകരിക്കുകയും ചെയ്തു. ഇതോടെ ഈ പ്രാദേശിക രാജാക്കന്മാരുടെ ഫ്യൂഡൽ ലോർഡ്സിൻ്റെയൊക്കെ ശക്തി കുറഞ്ഞു. അടുത്ത പോയിന്റ് ഗ്രോത്ത് ഓഫ് ടൗൺസ് ആൻഡ് ട്രേഡ്. പട്ടണങ്ങൾ വളർന്നതോടുകൂടി തൊഴിൽ കേന്ദ്രങ്ങളും വ്യാപാരങ്ങളുമൊക്കെ വളർന്നു. അതിനു വേണ്ടിയിട്ട് ആളുകൾ വില്ലേജുകളിൽ നിന്നും ടൗണിലേക്ക് പുതിയ ഓപ്പർച്യൂണിറ്റികൾ തേടി പോയി. പല ഫാർമേഴ്സും വില്ലേജ് വിട്ട് ടൗണിലേക്ക് താമസം വരെ മാറി. അതോടുകൂടി ഫ്യൂഡലിസം തകരാൻ കാരണമായി. ടൗണുകൾ വളരുകയും ഫ്രീ ടൗണുകളായിട്ട് മാറുകയും ഈ ടൗൺസുകൾ ഫ്രീഡം നേടുകയും അതുപോലെ തന്നെ ഇലക്ടഡ് റെപ്രസെൻറ്റേറ്റീവ്സിനെ അവരുടെ ഭരണം നടത്താൻ വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുക്കുകയും അങ്ങനെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു. പണവ്യവസ്ഥ നിലവിൽ വന്നു. മുമ്പ് നികുതിക്കും സേവനത്തിനും പകരം പ്രധാനമായും ഭൂമിയായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ പണത്തിൻ്റെ ഉപയോഗം വ്യാപകമായതോടെ ഭൂമിയുടെ പ്രാധാന്യം കുറഞ്ഞു. ഫ്യൂഡലിസത്തിൽ ഭൂമിയും നിർബന്ധിത സേവനവുമായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. എന്നാൽ വ്യാപാരവും നഗരങ്ങളും വളർന്നതോടെ പണത്തിൻ്റെ ഉപയോഗം വർദ്ധിച്ചു. കർഷകർ നികുതി പണമായി നൽകാനും തൊഴിലാളികൾക്ക് വേതനം പണമായി ലഭിക്കാനും തുടങ്ങി. എന്നുവെച്ചാൽ ഭൂമിയുടെ പ്രാധാന്യം കുറഞ്ഞു. നിർബന്ധിത തൊഴിൽ അഥവാ ഫോഴ്സ്ഡ് ലേബർ കുറഞ്ഞു. വ്യാപാരവും വാണിജ്യവും വളർന്നു. ഈ മിഡിൽ ക്ലാസ് സ്ട്രോങ് ആയി. അതുപോലെ തന്നെ സാമന്ത പ്രഭുക്കന്മാർ, ഫ്യൂഡൽ ലോർഡ്സ്, അവരുടെ ശക്തി കുറഞ്ഞു. പണം ലഭിച്ചതോടെ പ്രഭുക്കന്മാർ പട്ടുവസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, മികച്ച ഫർണിച്ചറുകൾ തുടങ്ങിയ ആഡംബര വസ്തുക്കൾ വാങ്ങാൻ തുടങ്ങി. ഇതോടെ വ്യാപാരവും നഗരങ്ങളുടെയും വളർച്ച കൂടുതൽ ശക്തമായി. വ്യാപാരം വളർന്നതോടെ വ്യാപാരികൾ കൂടുതൽ സമ്പന്നരായി. അവർക്ക് സമൂഹത്തിലും രാഷ്ട്രീയത്തിലും കൂടുതൽ സ്വാധീനം ലഭിച്ചു. അവർക്ക് രാജാക്കന്മാരുടെ പിന്തുണ കൂടെ ലഭിച്ചു. വ്യാപാരികൾക്ക് സുരക്ഷിതമായ റോഡുകളും തുറമുഖങ്ങളും വിപണികളും ആവശ്യമായിരുന്നു. അതിനാൽ അവർ രാജാക്കന്മാർക്ക് നികുതിയും സാമ്പത്തിക സഹായവും നൽകി. പകരമായി രാജാക്കന്മാർ വ്യാപാരത്തിന് സംരക്ഷണം നൽകി. വ്യാപാരികളിൽ നിന്ന് ലഭിച്ച പണത്തിൻ്റെ സഹായത്തോടെ രാജാക്കന്മാർ ശക്തമായ സൈന്യം രൂപീകരിച്ചു. രാജ്യത്തിൻ്റെ ഭരണവും നിയമ സംവിധാനവും കൂടുതൽ ശക്തമായി. ഇതിലൂടെ രാജാക്കന്മാരുടെ അധികാരം വർദ്ധിച്ചു. മുമ്പ് രാജാക്കന്മാർ സൈന്യത്തിനും ഭരണത്തിനും സാമന്ത പ്രഭുക്കന്മാരെ ആശ്രയിച്ചിരുന്നു. എന്നാൽ പിന്നീട് പണവും സ്ഥിര സൈന്യവും ലഭിച്ചതോടെ രാജാക്കന്മാർക്ക് പ്രഭുക്കന്മാരെ ആശ്രയിക്കേണ്ട ആവശ്യം കുറഞ്ഞു. അതിനാൽ ഫ്യൂഡൽ ലോർഡ്സിൻ്റെ
ശക്തിയും സ്വാധീനവും ക്രമേണ കുറഞ്ഞു. മറ്റു 2 പ്രധാന കാരണങ്ങൾ കൂടി ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട്. ഒന്ന് ബ്ലാക്ക് ഡെത്തും അതുപോലെ തന്നെ പെസൻസ് റിവോൾട്ടുകളും. ഇക്കാലത്ത് യൂറോപ്പിൽ പടർന്നു പിടിച്ചിരുന്ന ഒരു മഹാമാരിയായിരുന്നു പ്ലേഗ് അഥവാ ബ്ലാക്ക് ഡെത്ത്. ജനസംഖ്യയുടെ ഏകദേശം 1/3 ആളുകൾ ഈ രോഗം മൂലം മരിച്ചു. തൊഴിലാളികളുടെ എണ്ണം കുറയുകയും തൊഴിലാളികൾ വലിയ ആവശ്യകത ഉണ്ടാവുകയും ചെയ്തതോട് കൂടിയിട്ട് ഇത് ഈ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്ക് തകർച്ചയ്ക്ക് കാരണമായി. മാത്രമല്ല കർഷകർ കൂടുതൽ വേതനവും സ്വാതന്ത്ര്യവും ആവശ്യപ്പെട്ടു. അവർ ഒരുപാട് റിവോൾട്ടുകൾ പെസൻസ് റിവോൾട്ടുകൾ നടത്തി, കർഷക കലാപങ്ങൾ നടത്തി. നിരവധി രാജ്യങ്ങളിൽ കർഷക കലാപങ്ങൾ നടന്നു. ഈ കലാപങ്ങൾ ഫ്യൂഡൽ വ്യവസ്ഥയുടെ ഫ്യൂഡൽ അധികാരികളുടെ അധികാരത്തെ കുറക്കുകയും ഈ ഫ്യൂഡലിസം എന്നുള്ളതിൻ്റെ തകർച്ചയിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം. ഇനി ഇതിൻ്റെ റിസൾട്ടുകൾ ഫ്യൂഡൽ ഡോമിനേഷൻ അവസാനിച്ചു, ട്രേഡിൻ്റെ വളർച്ച കൂടുതലുണ്ടായി, അതുപോലെ ടൗണുകൾ ഒരുപാട് ടൗണുകൾ ഉയർന്നു വന്നു, സെൻട്രൽ ഗവൺമെൻറ്റുകൾ കേന്ദ്രീകരിച്ചു, ഭരണം ഒരു കേന്ദ്രീകൃത ഭരണമായിട്ട് മാറി. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട റിസൾട്ടുകൾ. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയും അതിൻ്റെ കാരണങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടുകളും ഫലങ്ങളും പഠിച്ചു. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.